ഒരു കാര്യം പറയാം, ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും നമുക്ക് ഒരു ജന്മത്തിൽ മോചനമില്ല മക്കളെ. ഉത്തരവാദിത്വത്തിൽ നിന്നും മോചനമില്ല. ജീവിച്ചേ പറ്റുള്ളൂ, പൊരുതിയേ പറ്റുള്ളൂ, ആ പ്രശ്നം സോൾവ് ചെയ്തേ പറ്റുള്ളൂ. അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. മഴയുണ്ടാവും, കാറ്റുണ്ടാവും, കോളുണ്ടാവും, വെയിലുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പലരും തടസ്സം പറയും, പലരും കുറ്റം പറയും, കളിയാക്കും. പക്ഷേ എങ്ങനെ ഏത് പണിക്കാരൻ്റെ മനോഭാവത്തിൽ ഞാൻ ജീവിതത്തെ കണ്ടുപോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനത്തെ അപ്പൻ തന്നെ, അപ്പനെ മാറ്റിയിട്ട് നമുക്ക് നന്നാവെന്ന് വിചാരിച്ച് നടക്കത്തില്ല. അമ്മയെ മാറ്റിയിട്ട് നമ്മൾ നന്നാവണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഈ സ്കൂളിൽ നിന്ന് മാറിയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. കാരണം ഇങ്ങനെയാണ് ജീവിതം. നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും പേരൻസ് പറയും, മക്കളെ പഠിക്കുക കേട്ടോ, ഇത് കഴിഞ്ഞാൽ നീ ഒത്തിരി ഒന്ന് ഫ്രീ ആവും പഠിക്കുന്നു പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് 10ാം ക്ലാസ് വരെ പഠിച്ച് നല്ല A+ മേടിക്കും. A+ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ വീണ്ടും പറയും, അയ്യോ 10ാം ക്ലാസ് കൊണ്ട് പറയാം, +2 നല്ല മാർക്ക് മേടിക്കണം കേട്ടോ, A+ മേടിക്കണം, പഠിക്കുന്നു പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുക. നമ്മൾ വീണ്ടും വിചാരിച്ച് +2 കഴിഞ്ഞാൽ സമാധാനമായെന്ന് പറഞ്ഞ് നമ്മൾ കുത്തിയിരുന്ന് പഠിച്ച് നല്ല മാർക്ക് മേടിക്കും. അപ്പൊ വീണ്ടും അവർ പറയാ, പോരാ +2 മാത്രം പോരാ, കോളേജിന് നല്ല മാർക്ക് മേടിക്കണം, എന്നാലേ നല്ല പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റില്ല, ഉഴപ്പരുത്, സപ്ലി എന്ന് പറയാൻ പാടില്ല, ഇതും കൂടി അല്ലേടാ ഉള്ളൂ, പഠിക്കടാ. കുത്തിയിരുന്ന് പഠിച്ച് കോളേജിൽ പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഇനിയെങ്കിലും സ്വസ്ഥമായി ഫ്രീ ആയിട്ട് നടക്കാതെ. അപ്പോൾ വീണ്ടും അടുത്ത നെക്സ്റ്റ് അജണ്ടയായിട്ട് വരും, പോരാ, ഇനി നല്ലൊരു ജോലി നോക്കണം, ജോലി കാശുണ്ടാക്കണം, സമ്പാദിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും പ്രഷറാണ്. വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ജോലി കണ്ടുപിടിച്ച് ജോലിയൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഇനിയെങ്കിലും സ്വസ്ഥമായി. അപ്പോൾ വീണ്ടും അടുത്ത ടാസ്കുമായിട്ട് അവർ പോരാ, കല്യാണം കഴിക്കാൻ സമയമായി, പോയി കല്യാണം കഴിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും കല്യാണം കഴിച്ചാൽ സ്വസ്ഥമായില്ലെന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരും. കല്യാണം കഴിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ടാസ്ക്, പോരാ, നിനക്ക് സ്വന്തമായിട്ട് വീട് വേണം, കാറ് വേണം, സേവിങ്സ് വേണം, മക്കളെ പഠിപ്പിക്കണം, അതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓട്ടിക്കും. കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് അവർ നമ്മൾ വിചാരിക്കും സ്വസ്ഥമായല്ലോ. പോരാ, മക്കളെ പഠിപ്പിക്കുക, കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കും. മക്കളെ പഠിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും സ്വസ്ഥമായിരുന്നു. അപ്പോൾ പറയും അതും പോരാ, മക്കളെ കെട്ടിച്ചു വിടാം. പിന്നെ കെട്ടിച്ചു വിടാനുള്ളത് അത്രപ്പാടാ. കെട്ടിച്ച് വിട്ട് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇങ്ങനെ മുടി നരച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വല്യപ്പനും വല്യമ്മയും കൂടെ പറയും, മക്കളെ തട്ടിപ്പോവാൻ സമയമായി കേട്ടോ. ഇതാണ് ലൈഫ്, ജീവിതത്തിൻ്റെ സർക്കിള്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പം 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് മേടിച്ചതുകൊണ്ടോ +2 ഫുൾ മാർക്ക് മേടിച്ചതുകൊണ്ടോ സ്വസ്ഥമായിരുന്നു? തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതത്തിൻ്റെ യാത്ര. അപ്പം തുടങ്ങുന്നതിനിടയ്ക്ക് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. Where do you want to reach? When do you want to reach? How do you want to reach? എവിടെ എത്തണം, എപ്പോൾ എത്തണം, എങ്ങനെ എത്തണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ നിങ്ങൾ തീരുമാനിച്ചിട്ട് പോകേണ്ടത്. നിങ്ങൾ 50% പേർക്കും സ്വപ്നം എഴുതാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ആ തീരുമാനിക്കാത്ത നമ്മൾ എങ്ങനെയാണ് എത്തുക, എവിടെയാണ് എത്തുക, എപ്പോഴാണ് എത്തുക? നമ്മളെല്ലാം പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. ആ പ്രശ്നം കാരണം എനിക്ക് പറ്റുന്നില്ല, ഈ പ്രശ്നം കാരണം പറ്റുന്നില്ല. പ്രശ്നം എങ്ങനെയാ? സങ്കടം വന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നേരം കഥ കടച്ചിട്ടിരുന്ന് കരയും. ഒരാൾ കളിയാക്കി, അല്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും, നീ മന്ദബുദ്ധിയാന്ന് പറയും, എത്ര നേരം കരയും? ആരോ എന്തോ പറഞ്ഞത് ഓർത്തിട്ട് നമ്മൾ മനസ്സിങ്ങനെ മരവിപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. അവരത് ഓർക്കുന്നുമില്ല, മറന്നും പോയി, അവരവരുടെ പാട്ടിന് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളിപ്പോഴും അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. എന്ത് വിഡ്ഢികളാ! എന്തിനാ നമ്മുടെ ലൈഫ് നമ്മൾ നശിപ്പിക്കുന്നത്? കരഞ്ഞോ, കുറച്ചു നേരം സങ്കടപ്പെട്ടോ, അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ലൈഫിൽ വേണ്ടത്. ഞാൻ എന്നോട് പറയും, ആരും നമ്മളെ ആശ്വസിപ്പിക്കത്തുമില്ല, ആരും നമ്മൾ നന്നാകണമെന്ന് ചിന്തിക്കുന്ന ആരും ഉണ്ടാവില്ല എന്നേ. ഉള്ള കാര്യം പറയാം, നമ്മൾ നന്നാകണമെന്ന് വിചാരിക്കുന്ന ആരും ഉണ്ടാവില്ല. നമ്മൾ നന്നാകണമെന്ന് ചിന്തിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നും നേരം വെളുത്തിരുന്നേക്കുമ്പോൾ പറയണം മനസ്സിനോട്, ജിജി നീ നല്ല കുട്ടിയാ, നിനക്ക് ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റും, നീ ഇനി കരയരുത്, ജീവിക്കണം, ജീവിച്ചു തുടങ്ങണം, പൊരുതണം, നിനക്കിത് സഹിക്കാനും താങ്ങാനുമുള്ള ശക്തിയുണ്ട്. മനസ്സിനോട് സ്വയം പറയേ, നിനക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. യു ആർ ബോൾഡ് വിമൺ, യു ആർ കോൺഫിഡൻറ്റ് വിമൺ. നീ എന്തിനാ ഇത്ര വറി ചെയ്യണേ? അത് നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ സ്വയം പറയണം. വേറെ ആരും പറയുമെന്ന് വിചാരിച്ച കഥ കടച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നാൽ ആരും വരില്ല മക്കളെ, ആരും വരില്ല. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാ പറയണം.
അവർക്കൊന്നും നമ്മുടെ വേദനയുടെ ആഴമൊന്നും അറിയില്ല. നമ്മൾ അനുഭവിക്കുന്ന എന്താ വിഷമം അവർക്ക് മനസ്സിലാവില്ല. സോ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പക്വപ്പെടുത്തി എടുക്കണം.